ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വൈഫൈ അതിന് എത്രത്തോളം റേഞ്ച് കിട്ടും ഓപ്പൺ ഏരിയയിൽ, അതായത് തുറസായ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ദൂരം നമുക്ക് അതിൻ്റെ റേഞ്ച് കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അധികം പേർക്കും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മളുടെ മോഡം ചിലപ്പോൾ താഴെ നിലയിലായിരിക്കാം, അല്ലെങ്കിൽ മുകളിലത്തെ നിലയിലായിരിക്കാം. അപ്പം മുകളിലെ നിലയിലാണ് വെച്ചെങ്കിൽ താഴത്തെ നിലയിൽ സിഗ്നൽ വളരെ കുറവാകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ താഴെയാണ് വെച്ചതെങ്കിൽ മുകളിൽ തീരെ സിഗ്നൽ കിട്ടാത്തൊരവസ്ഥ. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു മോഡം വാങ്ങാം. കുറച്ച് പൈസ ചിലവാക്കണം, കാരണം നമ്മൾക്ക് എന്താ പറയുക, നല്ല സേവനം കിട്ടണമെങ്കിൽ അതിൻ്റേതായ കാശ് നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പം ഇങ്ങനൊരു മോഡം നിങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം എന്താ പറയുക, ഇങ്ങനത്തെ മോഡം തന്നെ വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം. സാധാരണ വൈഫൈ റിപ്പീറ്റേഴ്സ് വരാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ത്രൂ വൈഫൈ കണക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾക്ക് നമ്മുടെ വൈഫൈയിൽ നിന്ന് ആ വൈഫൈയിലേക്ക് എടുത്തിട്ട് ആ വൈഫൈ പിന്നെ എക്സ്റ്റൻഡ് ആയിട്ട് നമുക്ക് തരുന്നതാണ്. അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ഏരിയയിലേക്ക് മാത്രമേ നമ്മൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ വീട്ടിൽ തന്നെ ആയാലും താഴത്തെ മുകളിലത്തെ നിലയിലേക്ക് മാറുമ്പോൾ സ്പീഡ് ചിലപ്പോൾ നല്ല വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾക്ക് ഏറ്റവും നല്ല കണക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു ലാൻഡ് കേബിൾ വഴി ഒരു എക്സ്ട്രാ ഒരു മോഡം വാങ്ങി വെക്കാം. ഇപ്പം ഇനി പുതുതായിട്ട് മോഡം വാങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ 2025 കിടക്കാനായിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. ഇനി വരുന്ന ഡിവൈസുകളെല്ലാം ഫോണുകളിലൊക്കെ വൈഫൈ 6E എന്ന് പറയുന്ന വേർഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ഫോണുകളായിരിക്കും. അതുപോലെ തന്നെ വൈഫൈ 7 കൂടി ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോൺസുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇനി സിംഗിൾ ബാൻഡ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. ഇനി നമ്മൾക്ക് 5G കാർഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ ബാൻഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന വൈഫൈ 6E വരുന്ന അല്ലെങ്കിൽ ട്രൈ ബാൻഡ് റൂട്ടേഴ്സ് വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾക്ക് ഇപ്പം ഏതൊരു വൈഫൈ പ്രൊവൈഡർ ആയിക്കോട്ടെ, നമ്മൾ സാധാരണ ഒരു കണക്ഷൻ എടുക്കുമ്പോൾ തരുന്ന ആ നോർമലായിട്ടുള്ള ഒരു റൗട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ വൈഫൈ ചിപ്പൊക്കെ അത്രയും ക്വാളിറ്റി കുറഞ്ഞായിരിക്കും. ജസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, തൊട്ടടുത്തുള്ള അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ളൊരു സ്ഥലത്തേക്ക് മാത്രം കുറച്ച് വൈഫൈ പ്രൊവൈഡ് ചെയ്യുക എന്നല്ലാതെ, എന്താ പറയുക, നമ്മൾ ഗെയിമിങ്ങിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നല്ല ഏരിയയിലേക്ക് കവറേജ് വേണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ക്വാളിറ്റി ഒന്നും അതിലുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ജസ്റ്റ് കുറഞ്ഞ, നമ്മൾക്ക് മലയാളികൾക്ക് പ്രത്യേകമുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസയിൽ നല്ല സാധനങ്ങൾ, അല്ലെങ്കിൽ കുറഞ്ഞ പൈസയിൽ ഒരുപാട് സേവനങ്ങൾ വേണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾക്ക് ആവശ്യമുള്ള സേവനം ശരിക്കും ആസ്വദിക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾക്ക് കോസ്റ്റ് ചിലവാക്കേണ്ടി വരും. അപ്പം ഈ പറയുന്ന പോലത്തെ ഒരു മോഡൽ നിങ്ങൾ വാങ്ങി വെക്കുക. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഇങ്ങനൊരു ലാൻഡ് പോർട്ട് ഉണ്ടാവും. എല്ലാ മോഡത്തിനും ഉണ്ടാവും ലാൻഡ് പോർട്ട്. ആ ലാൻഡ് പോർട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഇതിന് പിന്നെ നമ്മൾക്ക് ഈ വൈഫൈ ഓപ്പൺ ആക്കിയിട്ട് ഇടാം, പാസ്വേഡ് ഇല്ലാണ്ട് സെറ്റ് ചെയ്യാം, പാസ്വേഡ് ഇതിന് സെറ്റ് ചെയ്യാം. പുതിയ വൈഫൈ കമ്പനീസൊക്കെ അവർ വൈഫൈയുടെ ഒരു ആപ്ലിക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എന്താ സെറ്റപ്സും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഇതിലൊന്നും ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ മോഡത്തിൻ്റെ പിറകിൽ ലാൻഡ് കേബിളിൽ കണക്ട് ചെയ്യുക, തിരിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ലാൻഡ് പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഇതിൽ നിന്ന് വൈഫൈ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോർമലായിട്ട് ഇപ്പം കേരള വിഷൻ്റെയൊക്കെ മോഡാണെങ്കിൽ ഒരു GXൻ്റെ മോഡം വാങ്ങാം, അല്ലെങ്കിൽ ഏതൊരു കമ്പനീൻ്റെ മോഡായിക്കോട്ടെ അതിൽ ജിഗാബൈറ്റ് പോർട്ട്, അതായത് GE എന്ന് പറയുന്നത് FE G ഉണ്ട്, ഫാസ്റ്റ് ഇൻ്റർനെറ്റ്, മറ്റത് GE എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജിഗാബൈറ്റിൻ്റെ ഇൻ്റർനെറ്റിനാണ് കുറച്ചും കൂടി പവർ കൂടി, അത് 1000 Mbps മുകളിലോട്ടുള്ള കണക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡുകളാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു മോഡൽ നിങ്ങൾ വീട്ടിൽ വെക്കുക. ഈ കേരള വിഷൻ ആയിക്കോട്ടെ BSNL ആയിട്ട് ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ അതിൽ GE പോർട്ട് ഉണ്ടോ ശ്രദ്ധിച്ചിട്ട് ആ ഒരു മോഡൽ തന്നെ വെക്കുക. അപ്പോൾ രണ്ടാമത് നമ്മൾ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന വൈഫൈ 6E അല്ലെങ്കിൽ 5G കാർഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന പുതിയ മോഡത്തിലേക്ക് ലാൻഡ് വഴി കണക്ട് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിന്നൊരു സ്പീഡ് ടെസ്റ്റാണ് ചെയ്യാൻ പോയത്. അപ്പോൾ ആ സ്പീഡ് ടെസ്റ്റിൽ ഞാൻ ഈ ഒരു കേബിൾ, ഇത് 10 മീറ്റർ ലെങ്ത്ത് വരുന്ന ലാൻഡ് കേബിളാണ്. ഇത് ഞാൻ ആമസോണിലൊരു ഓഫർ വന്ന സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കേബിൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ 2ാം നിലയിലേക്കോ അല്ലെങ്കിൽ 2ാം നിലയിൽ 1ാം നിലയിലേക്കോ കണക്ഷൻ എടുക്കാം. താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും നല്ല റേഞ്ചിൽ നിങ്ങൾക്ക് വൈഫൈ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈഫൈ ഒരു ഓപ്പൺ പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരം നമുക്ക് കവറേജ് കിട്ടും എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ട്, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇത് 2016-17 വാങ്ങിയിട്ടുള്ളൊരു മോഡാണ്. അപ്പം അതിൻ്റേതായ ചില പോരായ്മകൾ ഈ ഒരു മോഡത്തിനുണ്ടാവും. നമ്മൾക്കത് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താഴെ നിന്ന് ഒരു പവർ കോഡ് വഴി നമ്മൾ എത്തിയിട്ടുണ്ട്, ഒരു പവർ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് കേബിളും താഴെ നിന്ന് വലിച്ചൊരു 10 മീറ്റർ ലെങ്ത്തിൽ ലാൻഡ് കേബിൾ വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ചൂടാണ്, ഇങ്ങോട്ട് മാറ്റി വെക്കും. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മൾ ഇപ്പം മോഡം വെച്ചിട്ടുള്ളത്.
നമുക്കിവിടെ കാണാം ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേങ്കിൽ എന്താ പറയുക വെയിലായതുകൊണ്ട് കാണാത്തതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് ഇതൊരു ഓപ്പൺ വൈഫൈ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, പാസ്വേഡൊന്നും വെച്ചിട്ടില്ല. ഈ മെർക്കുറി സിസ് എന്നുള്ള സാധനമാണ്. നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിലൊരു സ്പീഡ് ടെസ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 60 Mbps കണക്ഷനാണ്. ഇതിൻ്റെ തൊട്ട് 63 എത്ര Mbps നമ്മൾ കണക്ഷൻ ഇട്ടെന്ന് നോക്കാം. ഇവിടെ വരെ നമ്മൾക്ക് കിട്ടുന്ന കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-16 Mbps അപ്ലോഡും ഡൗൺലോഡും 22 Mbps അടുക്കൽ ഡൗൺലോഡും കിട്ടുന്നുണ്ട്. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, സ്പീഡ് നല്ല വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിസൾട്ട് നമുക്ക് കിട്ടിയത്. നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതും 2G ആണ്. അതിൽ ഏകദേശം നമ്മൾക്ക് താഴെയാണ് വൈഫൈ ഉള്ളത്, മുകളിലേക്ക് ഏകദേശം ഈ ഒരു സ്പീഡാണ് കിട്ടിയത്, 22-23 Mbps. അത് GXൻ്റെ മോഡാണ് കേട്ടോ, ഡുവൽ ബാൻഡ് 5G അടക്കം വരുന്ന GXൻ്റെ മോഡാണ്. അതിൽ ഡൗൺലോഡ് 24 അതുപോലെ തന്നെ അപ്ലോഡ് 27 കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല. പക്ഷെ ഇതിനെക്കാട്ടി സ്പീഡ് കിട്ടേണ്ടതായിരുന്നു, എന്താണ് പ്രശ്നം എന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ തൊട്ട് 70 നമ്മളുള്ളത്, കാണിച്ചു തരാം. ഇത്ര 70 ഉള്ളത്. അവിടെ കിട്ടിയ സ്പീഡാണ് ഞാൻ ഈ പറഞ്ഞ സ്പീഡ്. ഇപ്പോൾ 10 മീറ്റർ ലാൻഡ് കേബിളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തൊട്ട് 70 നമുക്ക് കിട്ടിയ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതാണ്. 11 Mbps എടുക്കില്ല ഡൗൺലോഡും 4 Mbps അപ്ലോഡും. നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം. ദൂരം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് നേരെ ആ ടവർ ഉണ്ടല്ലേ, ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ 100 മീറ്റർ വരെ നമുക്ക് പോയി നോക്കാം എത്ര ദൂരം കവറേജ് കിട്ടുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മൾ മുകളിലാണ് എന്താ പറയുക മോഡം വെച്ചിട്ടുള്ളത്. ഇവിടത്തേക്ക് ഒരു 5 മീറ്റർ ദൂരം ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് എത്ര സ്പീഡ് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു 18 വരെയൊക്കെ കയറുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെ പോയി നോക്കാം. 6, 7, 8, 9, 10. ഓക്കെ, 10 മീറ്റർ ദൂരമുണ്ട്. ഇപ്പം നമ്മൾ മോഡുമായിട്ട് ഇവിടുന്ന് ഇത്രയും നോക്കാം. ഏകദേശം 5 Mbps അത്രേ കിട്ടുന്നുള്ളൂ. ഇവിടുന്ന് കുറച്ചുകൂടി പോയി നോക്കാം. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇപ്പം നമ്മൾ 20 മീറ്റർ ദൂരത്തിലാണുള്ളത്. കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ മോഡം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടുന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 9-10 MB വരെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു പഴയ മോഡാണ്, 2016-15 സമയത്തെങ്ങാനും ഇറങ്ങിയ മോഡാണ്. അപ്പം അതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ വളരെ പഴകിയതായതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. 20 മീറ്റർ ദൂരത്തിൽ നമ്മളുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 26 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടി പോയി നോക്കാം. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇപ്പോൾ നമ്മൾ 30 മീറ്റർ ദൂരമാണുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ല, നമ്മൾ ഇത്രയും ദൂരെയാണ് വന്നിട്ടുള്ളത്. അവിടെയാണ് മോഡം ഉള്ളത്. ഓക്കെ, ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വൈഫൈ ഉണ്ട്.
2G 4G ഒക്കെ ആയിട്ട് 2.4 5G ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏകദേശം 14-15 Mbps വരെ ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നുണ്ട്. ഇത് മൊത്തം വേരിയേഷനാണ് കേട്ടോ. എന്താ പറയുക, ഇതിലിപ്പം നമുക്ക് അപ്ലോഡ് ഡൗൺലോഡ് ഇത്രയാണെന്ന് മീറ്റർ എന്ന് വെച്ചിട്ട് പറയാനേ പറ്റുന്നില്ല. 30 മീറ്ററായി. കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാം. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഏകദേശം നമ്മൾ 40 മീറ്റർ ദൂരെയുള്ളത്. ഇവിടെ നമുക്ക് നോക്കാം. അങ്ങ് അവിടെയാണ് മോഡം വെച്ചിട്ടുള്ളത്. പിന്നെ സൂം ചെയ്താൽ കാണുമെന്ന് സംശയമാണ്. ഓക്കെ, നല്ല വൈബ്രേഷൻ ഉണ്ട് കൈക്ക്. അവിടെയാണുള്ളത്. ഓക്കെ, ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് കളിപ്പിക്കുകയാണ് തന്നെ. വൈഫൈ അതിനാണ് കണക്ട് ആയിട്ടുള്ളത്. ഇവിടെ 32-33 Mbps വരെ കിട്ടുന്നുണ്ട്. എന്താ പറയുക, 45 Mbps. എനിക്ക് 60 Mbps ആണ് കേട്ടോ കണക്ഷൻ. ഓക്കെ, 40 മീറ്റർ നടന്നപ്പോൾ ഇത്രയാണ് സ്പീഡ് കിട്ടിയത്. ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാം. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അപ്പം നമ്മൾ ഏകദേശം 50 മീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ദൂരം വന്നു. ഓക്കെ, വൈഫൈ തന്നെയാണ് കണക്ട് ആയിട്ടുള്ളത്. ഇവിടുന്ന് അടിച്ചു നോക്കാം. തൊട്ട് മുമ്പുണ്ടായ സ്പീഡാണിത്. ഇത്രയും ദൂരം വന്നപ്പോൾ നമുക്ക് ഏകദേശം 26 Mbps 27 Mbps നമുക്ക് ഡൗൺലോഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 50, 55, 57, 58, 60 Mbps വരെ അപ്ലോഡ് പോകുന്നുണ്ട്. എനിക്ക് ചിരിയാണ് വരുന്നത്. എന്താ ചെയ്യുക, പഴയൊരു സാധനം കേട്ടോ. 2016-17 എങ്ങാനും വാങ്ങിയൊരു സാധനം അത്. ഓക്കെ, ഇവിടുന്ന് ഇപ്പം 50 അല്ലേ, ഒന്നുകൂടി കുറഞ്ഞ് നോക്കാം. 51, 52, 53, 54, 55, 56, 57, 58, 59, 60. അപ്പോൾ 60 മീറ്റർ ദൂരെയാണ്. ഓക്കെ, സൂം ചെയ്ത് കാണിക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ മുരിങ്ങ മറിഞ്ഞിട്ട് കാണുന്നില്ല. വൈഫൈ തന്നെയാണ് കണക്ട് ആയിട്ടുള്ളത്. സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആശാൻ കുറഞ്ഞു. നാല് ആൻറ്റിന ഉണ്ട് ആശാനി. പിന്നെ ഇവിടെ 47 ഡൗൺലോഡ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം 50 അല്ലേ നമ്മൾ പിന്നെയത്. എന്നൊരു 10 മീറ്റർ കൂടി പോയി നോക്കാം. ഓക്കെ, 51, 52, 53, 54, 55, 56, 57, 58, 59, 60. ഓക്കെ, ഇപ്പോൾ 60 മീറ്റർ ദൂരം വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കാം അത് കണക്ട് ആയിട്ടുണ്ടോയെന്ന്. ആശാൻ കണക്ട് ആയിട്ട് തന്നെ ഉണ്ട്. സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഡൗൺലോഡ് എത്രയാണ്, ഏകദേശം 14, 15, 16 Mbps വരെയൊക്കെ പോകുന്നുണ്ട്. അപ്ലോഡ് സ്പീഡ് മാക്സിമം എത്ര പോയിട്ടുണ്ട്, 23 Mbps വരെ പോയിട്ടുണ്ട്. ഇത് ഓപ്പൺ പ്ലേസ് ആണ് കേട്ടോ, തടസ്സമൊന്നുമില്ല. അവിടെ മറ്റേ ആ മുരിങ്ങ മാത്രമേ ഉള്ളൂ. 23 Mbps വരെ നമ്മൾക്ക് അപ്ലോഡ് കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം, കണ്ടില്ലേ, ഓപ്പൺ പ്ലേസ്, ഒന്നും തടസ്സമില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 10 സ്റ്റെപ്പും കൂടി വെച്ച് നോക്കാം. എത്രയാണെന്ന് മറന്നു പോയല്ലോ എണ്ണീട്ട്. എന്തായാലും 10 സ്റ്റെപ്പ് വെച്ച് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇപ്പോൾ 70 തോന്നുന്നു നമ്മളായത്. ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഫസ്റ്റ് ഇരുന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് റേഞ്ചിലായിരിക്കും. ആശാന് പറ്റണില്ല. ഏകദേശം 70 മീറ്ററോളം വന്നു ഇവിടെ.
ആശാനെ കണക്റ്റാവുന്നില്ല, ഡിസ്കണക്റ്റായി ആശാൻ. ഒന്നുകൂടി കണക്ട് കൊടുക്കാം. ഇല്ല, റേഞ്ച് കാണിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് കണക്റ്റ് ആവുന്നില്ല. ഇവിടെ എത്തിയാലും ഇത്തിരി ദൂരം വന്നു, ടവർ ഇത്ര അടുക്കായി. ഇത്ര വന്നപ്പോൾ കണക്റ്റ് ആവണില്ല. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലൊരു 2G GXൻ്റെ 2G അത് കാണിക്കുന്നുണ്ട്, കണക്റ്റിങ് കാണിക്കുന്നുണ്ട്. ഇല്ല, ഒന്നും കണക്റ്റ് ആവണില്ല. ഇല്ല, നടക്കുന്നില്ല. 1 2 3 4 5 ഒരു 5 മീറ്റർ താഴ്ന്നു. ഏകദേശം ഒരു 65 മീറ്ററിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ 65 മീറ്ററിലാണ്. ഇവിടുന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ആയിട്ടുണ്ട്. സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ 65 മീറ്ററിൽ 18 Mbps കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ 70 ആയപ്പം കിട്ടിയിട്ടില്ല. ഞാനിപ്പോഴും ആ ദൂരത്തിലാട്ടോ, ഏകദേശം നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ പുല്ലിന് സൈഡിലൊക്കെ ഞാൻ കയറി നിന്നത്. പക്ഷേങ്കിൽ കണക്ട് ആയിട്ടില്ല. ഇത്രയും ദൂരമുണ്ട്. ഇവിടുന്ന് സൂം ചെയ്ത് നോക്കി നമുക്കത് കാണുന്നില്ല. എനിക്ക് തന്നെ കണ്ണുകൊണ്ട് കാണുന്നില്ല. അവിടെ ആയിട്ടാണ് നമ്മൾ വെച്ചത്. അതവിടെ ആൻറ്റിന കാണുന്നുണ്ട്. സെൻട്രലായിട്ട് 2 ആൻറ്റിന കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് സ്പീഡ് ടെസ്റ്റ് അടിക്കാം. ഇവിടെ കിട്ടുന്ന സ്പീഡ് ഉണ്ടല്ലേ, 1 Mbps 2 Mbps 3 Mbps 4 Mbps വരെ 5 Mbps, അതായത് ഏകദേശം 60 മീറ്ററിൽ ഏകദേശം നമുക്ക് ഇത്ര വരെ കിട്ടുന്നുണ്ട് സ്പീഡ്. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് യൂട്യൂബ് കണ്ടു നോക്കാം. പക്ഷേ എൻ്റെ കണക്ഷൻ പവർ പോകുന്നതിന് മുമ്പായിരുന്നു യൂട്യൂബ് എടുത്ത് നോക്കാം. ഓക്കെ, യൂട്യൂബിൽ വീഡിയോസ് വന്നിട്ടുണ്ട്. സ്ലോ ആണ് കേട്ടോ. നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നോക്കാം. അതാകുമ്പോൾ വേറെ കോപ്പി റൈറ്റ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വാളിറ്റി ഇപ്പോൾ 720 പിക്സലാണ് ഉള്ളത്. അത് ഫുൾ HD കൊടുത്തിട്ടുണ്ട്. ഫുൾ HD കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സെക്കൻഡിലും ഏകദേശം 1 Mbps അടുക്കില്ല. അതായത് 964 kbps നിങ്ങൾക്ക് മുകളിൽ കാണാം. അത്രയാണ് ഏകദേശം ലോഡാവുന്നത്. സ്റ്റക്കും ഹാങ്ങും ഒന്നുമില്ല, സുഖമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. എൻ്റെ പിന്നെ 4K ഇല്ലല്ലോ. എൻ്റെ ചാനൽ ഞാൻ ഇതുവരെ 4K അപ്ലോഡ് ചെയ്തിട്ടില്ല. 4K അല്ല, മാറിപ്പോയി. ഓക്കെ, ഇപ്പോൾ 4K ഇട്ടിട്ടുണ്ട്. ഒന്ന് കറങ്ങി, ബഫറിംഗ് ആണ്. ആശാൻ കറങ്ങിയാണ് സുഹൃത്തുക്കളെ, കറങ്ങി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വരുന്നത്? 4K വെക്കുമ്പോൾ 3 Mbps അടുക്കലാണ് ഏകദേശം പിടിക്കുന്നത്. ഇത് വലിയ Mbps ഉണ്ടോ, ചെറുതല്ല, വലുതാണ്. 3.60 Mbps ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം മുകളിൽ ലോഡാവുന്നത്. ഇത് വലിയ Mbps ആണ് കേട്ടോ, ചെറുതല്ല. ഈ കാണുന്ന ഇതിനെ 8 കൊണ്ട് ഗുണിച്ചാലാണ് നമ്മൾക്ക് യഥാർത്ഥ സ്പീഡ് എത്ര ഉപയോഗിക്കുന്നത് കാണാൻ പറ്റുക. ഇപ്പം 3.60 Mbps ഉപയോഗിച്ചിട്ടുള്ളത് പ്ലേ ആണ്. അപ്പം കണ്ടില്ലേ, ഇത്രയും ദൂരത്ത് ഓപ്പൺ പ്ലേസിൽ അടിപൊളിയായിട്ട് നമ്മൾക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഓപ്പൺ പ്ലേസിലാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നന്നായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഏകദേശം ഒരു പഴയ റൗട്ടർ വാങ്ങി മുകളിലൊരു ചെറിയൊരു പെട്ടിക്കൂട്, ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടിയൊരു പെട്ടിക്കൂട് ആക്കി വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ വളപ്പിലുള്ള CCTV ക്യാമറ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടത്തും, തിരിച്ച് ഇങ്ങോട്ട് നടക്കുകയാണ്. നമുക്ക് ഏകദേശം എത്ര സമയം നടന്നാലാണ് അവിടെ എത്താന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഇനി നമ്മൾ സ്പീഡ് ടെസ്റ്റ് ഇപ്പോൾ ഈ മുകളിൽ കണ്ട ഈ ലൈനിൻ്റെ വല്ല സഹായം അതിന് ലഭിച്ചോ നമുക്ക് പറയാൻ പറ്റില്ല. അറിയില്ല അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ. എന്നാലും അത്രയും ദൂരത്ത് 20 Mbps ഒക്കെ കണക്ഷൻ സ്പീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു.
ഓക്കെ, നമ്മളെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തി. അപ്പം ഇവിടെ ഒരു ടെസ്റ്റ് കൂടി ചെയ്യാനുണ്ട്. അവിടെയാണ് നമ്മൾ മോഡം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. എൻ്റെ വീടിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക, ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നല്ലോണം സ്പീഡ് കാണിക്കുന്നുണ്ട്. ഏകദേശം 30 Mbps അടുക്കൽ ഡൗൺലോഡ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് ഏകദേശം 41 Mbps അടുക്കൽ നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്കിവിടെ എൻ്റെ വീട്ടിനകത്തുള്ള 2G കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. അവൻ്റെ ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ GXൻ്റെ മോഡം വീട്ടിനകത്ത് ആ കാണുന്ന ചുമരില്ലേ, ആ കസാല ഒരു വെച്ചിരിക്കുന്ന തൊട്ടപ്പുറത്തെ ചുമരിൻ്റെ ഉള്ളിലാണ് മോഡുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ 30 Mbps വരെ ഡൗൺലോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ഏകദേശം ഇവിടെ 33 Mbps വരെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സ്പീഡ് ടെസ്റ്റ് അവർക്ക് ഇതേ സംഭവം തന്നെ നമ്മളെ 5G വെച്ചും ചെയ്ത് നോക്കാം. അവിടെ 5Gയുടെ കണക്ട് ആയിട്ടുണ്ട്. 5Gയിൽ എൻ്റെ ഫുൾ സ്പീഡ് ഏകദേശം 60 Mbps കണക്ഷൻ ആണെങ്കിൽ 60 Mbps നമുക്ക് മൊത്തമായിട്ട് കിട്ടുന്നുണ്ട്. 70, 80, 90 വരെ കയറിയിട്ടുണ്ടായിരുന്നു, അത് കുറഞ്ഞു. അതായത് 60, 66 വെച്ച് കിട്ടുന്നുണ്ട്. അപ്ലോഡ് ഏകദേശം നല്ല സ്പീഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലെ 5G കുറച്ചും കൂടി പിറകിലോട്ട് നോക്കിയിട്ട് എത്ര വരെ പോകുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 5G ഇവിടെ കണക്റ്റാണ്. ഓഹോ, ഇതൊരു ഗുണമുള്ള പരിപാടിയാണ് കേട്ടോ. ക്യാമറ ഇട്ടില്ലല്ലോ, അല്ലെങ്കിൽ രണ്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി പിറകിലേക്ക് വന്നിട്ടുണ്ട്. എത്ര ദൂരം കിട്ടുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇത്രയും മാറിയിട്ടുണ്ട്. ആ ഒരു ചുമരിൻ്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അപ്പം ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടി 5G നോക്കാം. കണക്റ്റഡ് ആണ്, റേഞ്ച് കാണിക്കുന്നുണ്ട്. സ്പീഡ് ടെസ്റ്റ് കൊള്ളാം, പകുതി ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 30 Mbps ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 5G 30 Mbps തരുന്നുണ്ട്. അതേ സ്ഥാനത്ത് അതിൻ്റെ അപ്ലോഡും കൂടി നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് വെയിറ്റ്. അപ്ലോഡ് പിന്നെ മാറി മാറി കളിക്കും. ഞാൻ നെറ്റ്വർക്കിൻ്റെ പവർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ISPയുടെ സ്പീഡ് അനുസരിച്ച് മാറുന്നതല്ലാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഒന്നും പ്രോബ്ലം അല്ല. ആ സ്ഥലത്ത് നമുക്ക് 2G എത്ര കിട്ടും നോക്കാം. വീട്ടിൻ്റെ അകത്ത് വെച്ച ഒരു 2G നമ്മൾക്ക് തരുന്നത് 2.4G നമുക്ക് തരുന്നത് 20 Mbps അടുക്കലാണ്. ഇവിടെ നമുക്ക് 5G കാർഡ്സിൻ്റെ സ്പീഡ് കിട്ടിയത് 30 Mbps ആട്ടോ. ഓക്കെ, ഏകദേശം 27 Mbps വരെ നമ്മൾക്ക് അപ്ലോഡും കൂടി 2G തരുന്നുണ്ട്. നമ്മൾക്ക് 5G തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, കാടേ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുമെന്ന് നോക്കാമല്ലോ. 5G കണക്ട് ആയിട്ടുണ്ട്. 5G കണക്ട് ആയിട്ട് അതിൽ കാണിക്കുന്ന Mbps വെറും 65 Mbps മാത്രമേ സ്പീഡ് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മുടെ വീട്ടിലെ 5G ഏകദേശം ഞാനിപ്പോൾ ഒരു 25 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും. 20 മീറ്ററിൻ്റെ അടുക്കൽ 20-25 മീറ്ററിനുള്ളിലാണുള്ളത്. ആടാ, ഇവിടെ നമുക്ക് 1 Mbps അടുക്കൽ 1.5 Mbps അടുക്കൽ ഡൗൺലോഡും ആദ്യം 2-3 അടുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറഞ്ഞു. ഏകദേശം 1 Mbps അടുക്കലാണ് അപ്ലോഡും കിട്ടിയിട്ടുള്ളത്. ഇതേ സ്ഥലത്ത് വീട്ടിലെ 2.4G നമുക്ക് എത്ര തരും നോക്കാം. ഓക്കെ, സെയിം പ്ലേസ് ആണല്ലോ, ഇത്രയും ദൂരത്തിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, 2.4 GHz ഇത്രയും ദൂരത്തിൽ ഏകദേശം നമുക്കൊരു 10 Mbps അടുക്കൽ സ്പീഡ് തരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് ടെസ്റ്റ്. അപ്പോൾ മനസ്സിലായില്ലേ ഗൈസ്, ഏകദേശം നിങ്ങൾക്ക് സ്പീഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം 2.4 നമ്മൾ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദൂരം നമ്മൾക്ക് കിട്ടും. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഞാനിങ്ങനെ കണക്ഷൻ എടുത്തെന്ന് കാണിച്ചു തരാം. നമ്മൾ വീട്ടിനകത്ത് വന്നു, ഈ ഒരു ചുമര് ഫസ്റ്റുള്ള സ്ഥലം മൊത്തം അലങ്കോലായിരിക്കുകയാണ്, റെഡിയാക്കാനുണ്ട്. എവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? ഇവിടെ നിന്നാണ് 10 മീറ്റർ കേബിൾ മുകളിലേക്ക് ഇട്ടിട്ട് കണക്ഷൻ എടുത്തത്, ഈ റൂമിൽ നിന്ന്. ഓക്കെ, ഇതാണ് പറഞ്ഞ GXൻ്റെ മോഡം. ഈ മോഡത്താണ് നമ്മൾക്കിപ്പം നേരത്തെ പറഞ്ഞ 5Gയും 2.4 GHz ഒക്കെ നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഫൈയുടെ ഒരു ഓപ്പൺ ഏരിയയിൽ എത്രത്തോളം റേഞ്ച് കിട്ടും എന്ന് ഏകദേശം ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത് തന്നെ ഒരു പുതിയൊരു മോഡം വാങ്ങുന്നുണ്ട്, വൈഫൈ 6E ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡം വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ ആ മോഡം വാങ്ങിയിട്ട് അതും ഇതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ദൂരം കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വീഡിയോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് എന്താ പറയുക, വൈഫൈയുടെ ഓപ്പൺ ഏരിയയിൽ എത്രത്തോളം റേഞ്ച് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളും എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മോഡം വാങ്ങി വെക്കുക. ആ വാങ്ങുന്ന മോഡം നല്ലൊരു കമ്പനി വാങ്ങുക, TP Link ആയാലും അല്ലെങ്കിൽ D-Linkൻ്റെ അതുപോലെ തന്നെ പ്രൊഡക്ട്സുകളൊക്കെ വാങ്ങി വെക്കുക. നിങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടാൽ മതി, ഒരുപാട് നല്ല മോഡംസ് ഉണ്ട്. അതുപോലെ നമ്മുടെ MI Xiaomi അല്ലെങ്കിൽ ഷവോമീൻ്റെ മോഡംസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഏതെങ്കിലും ഒന്ന് വാങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.